എവിടെയെങ്കിലുമൊക്കെ ഇച്ചിരി മുറിഞ്ഞെന്നിരിക്കുക. അതുപോലെയാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. ഡിവോഴ്സ് കൊണ്ട് ഏറ്റവും പ്രയാസപ്പെടുന്ന കുഞ്ഞുങ്ങളാണ്. അവർക്കിങ്ങനെ അവരുടെ കാര്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടങ്ങ് പോകാം, ഗുഡ് ബൈ ഒക്കെ അല്ലേ. എന്നാൽ ഒരു മാസം അപ്പൻ്റെ കൂടെ, ഒരു മാസം അമ്മയുടെ കൂടെ പിള്ളേർ മടുത്തു പോവുകയാണ് ജീവിതത്തിൽ. അതുകൊണ്ട് മുമ്പോട്ടുള്ള ഈ യാത്രയിൽ ദൈവമാണ് ബലമായിട്ട് നമ്മളോട് കൂടെ ഉള്ളത് എന്നുള്ളത് ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. ഇത് ജീവിതാന്ത്യം വരെ ഫലമേൽപ്പിച്ചൊരു ബന്ധത്തിൻ്റെ അനുഭവത്തിൽ നമ്മൾ നിൽക്കുകയാണ്. അല്ല, ചിലരൊക്കെ പറയുന്ന പോലും മാട്രിമോണിയൽ കോളത്തിൻ്റെ ബലത്തിലൊന്നും അല്ല നമുക്ക് തക്കതായ ജീവിത പങ്കാളിയെ കിട്ടിയത്. ദൈവം തന്നെയാണ് നമുക്ക് തക്കതായ ജീവിത പങ്കാളിയെ തന്നത് എന്നുള്ളത് ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. എല്ലാം തികഞ്ഞിട്ടൊരു ഭാര്യയുമില്ല, എല്ലാം തികഞ്ഞിട്ടൊരു ഭർത്താവുമില്ല. അത് സ്വപ്നത്തിലെ ഭർത്താവും ഭാര്യയും മാത്രമാണ് എന്നുള്ളതാണ് വാസ്തവമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ചെറുപ്പക്കാരുടെ ഇടയിൽ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് വളരെ താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു ട്രെൻഡായിട്ട് മാറുകയാണ്. വിദേശത്ത് ചെന്നാൽ ഇത് വലിയ നമ്പറാണ്. കാരണം അവർ പറയുന്നത് ഈ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിക്കണോ അച്ഛ എന്നാണ് അവർ ചോദിക്കുന്നത്. കാരണം ജീവിത പങ്കാളിയായിട്ടൊക്കെ വരുന്ന ആളുകളുടെ ചില സ്വഭാവ വൈകൃതങ്ങളാണ് അതിന് പ്രശ്നമാകുന്നത്. ചിലർ അമിതമായിട്ട് മദ്യപിക്കുന്ന ആളുകൾ, കുടുംബബന്ധം തകരുന്നതിന് പ്രധാനപ്പെട്ട കാരണം. ഒരിക്കലും മറ്റുള്ളവരെ അംഗീകരിക്കാത്ത ആളുകൾ, പല രീതിയിൽ പീഡന സ്വഭാവമുള്ള ആളുകൾ, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറാകാത്ത ആളുകൾ, ഒരു റിസ്ക് എടുക്കാൻ ഇന്നത്തെ തലമുറ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് അകലുക, വേർപെടുത്തുക, ചിതറിക്കുക എന്നതൊക്കെ മാനുഷികമാണ്. എന്നാൽ യോജിക്കുക എന്നുള്ളത് ദൈവികമായ കാര്യം. വിശുദ്ധ വിവാഹകൂദാശയിൽ യോജിപ്പിക്കലിനെ കുറിച്ചുള്ള മനോഹരമായ പാട്ടൊക്കെ നമ്മുടെ ലിറ്റർജിയിലുണ്ട്, ഗായകസംഘം പാടുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 2:18 നമ്മൾ പറയുന്നുണ്ട്, ശരിയായ കാരണങ്ങളില്ലാതെ മനുഷ്യൻ ഏകനായി ജീവിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. ശരിയായ കാരണങ്ങളില്ലാതെ മനുഷ്യൻ ഏകനായി ജീവിക്കുന്നത് നന്നല്ല എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. പരസ്പരം അംഗീകരിക്കുന്ന, കൊടുക്കുന്ന, സ്നേഹിക്കുന്ന, വികലതകളില്ലാത്തൊരു കൂട്ടായ്മയാണ് തൃത്വം എന്ന് പറയുന്ന ദൈവം. നമ്മുടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നു എന്നുള്ളതാണ് തൃത്വരഹസ്യമെന്ന് പറയുന്നത്. ഇതുപോലെയുള്ള കൂട്ടായ്മയിലേക്കുള്ള വിളിയാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. ഇന്ന് വിളിയും നിയോഗമാണല്ലോ. ഇങ്ങനെയുള്ള ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമുള്ള കൂട്ടായ്മ പോലെ തന്നെ അങ്ങനെയുള്ളൊരു കൂട്ടായ്മയിലേക്കുള്ള വിളിയാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനുള്ള പ്രഥമ സാധ്യത കുടുംബമാണ്. പിതാവും മാതാവും മക്കളും ഒന്നായിത്തീരുന്ന അനുഭവത്തിലൂടെ ദൈവത്തെ അതിയായി അനുഭവിക്കുവാൻ നമുക്ക് സാധ്യമായി തീരുന്നു. തന്മൂലം ഒറ്റ തിരിയുവാനും സ്വന്തം കാര്യം നോക്കുവാനും ഒക്കെ നമുക്ക് തോന്നുന്നൊരു കാര്യം ക്രിസ്തീയ സംസ്കാരമല്ല, ക്രിസ്തീയ കുടുംബജീവിതത്തിൻ്റെ സംസ്കാരമല്ല എന്നുള്ളതാണ് പറയുന്നത്. മറിച്ച് പരിശുദ്ധ തൃത്വത്തിൻ്റെ സംസ്കാരം യോജിപ്പിൻ്റെ ഒന്നിപ്പിൻ്റെയും സംസ്കാരമാണ്. ഇന്ന് ഡിജിറ്റൽ ഫാമിലികൾ അല്ലാതെ വർദ്ധിക്കുകയാണ്. ഒന്നിച്ചു നിന്നിരുന്നത് ഇന്ന് പല ഘടകങ്ങളായിട്ട് തിരിയുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, പണ്ട് മ്യൂസിക്കൊക്കെ എന്ന് പറയുന്നത് ഒരുമിച്ചായിരുന്നു റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇന്നത് പലതായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഡിജിറ്റൽ സൗണ്ടുകൾ, ഡിജിറ്റൽ ട്രാക്കുകൾ, ഇതെല്ലാം വ്യത്യസ്ത അനുഭവം എന്ന് പറയുന്നത് പോലെ ഇന്ന് ഫാമിലിയും ഡിജിറ്റൽ ഫാമിലിയായിട്ട് മാറുകയാണ്. ഭർത്താവിൻ്റെ ആ ഒരു പദവി എന്താണ്, ഭാര്യയുടെ എന്താണ് എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ധ്യാനചിന്ത. ഭർത്താവ് എന്ന സങ്കല്പത്തിൽ 2 അവസ്ഥകളുണ്ട്. ഭരിക്കുന്നവനാണ് ഭർത്താവ് എന്നും അധികാരം കൈയാളുന്നവനാണ് ഭർത്താവ് എന്നും ഒക്കെ പല നിർവചനങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഭാര്യയെ വരച്ച വരയിൽ നിർത്തുന്നവനാണ് ഭർത്താവ് എന്നൊക്കെ പലപ്പോഴും സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ശുശ്രൂഷിക്കപ്പെടേണ്ടവൻ മാത്രമാണ് എന്നുള്ളത് ഭർത്താവ് ആ ഒരു മനോഭാവത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ, ചോദ്യം ചെയ്യാൻ പാടില്ലാത്തവനാണ് എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നും വേറിട്ട് വ്യത്യസ്തമായിരിക്കുന്നൊരു സങ്കല്പമാണ് ഈ ക്രിസ്തു സങ്കല്പത്തിലെ ഭർത്താവ് എന്ന് പറയുന്നത്. ആദർശ ഭർത്താവിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് കണ്ട സ്വപ്നമാണ്. എഫേസ്യ ലേഖനം 5:25 നമ്മൾ വായിക്കുന്നു, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി. ഇതാണ് ഒരു ഭർത്താവിന് വേണ്ട ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി. വിശുദ്ധ പൗലോസ് ഭർത്താവിനെക്കുറിച്ചുള്ള ആദർശം രൂപപ്പെടുത്തുന്നത് മണവാളനായ ക്രിസ്തു മണവാട്ടി സഭയെ സ്നേഹിച്ചതുപോലെ ആകണം ഓരോ ഭർത്താവും അവരുടെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടത്. ഫിലിപ്പിയ ലേഖനം 2:5 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. കുരിശും മുൾക്കിരീടവും നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ വഹിക്കുവാൻ തുടങ്ങുമ്പോൾ അത് സ്നേഹത്തിൻ്റെ സാന്നിധ്യങ്ങളായിട്ട് മാറുന്നു. യേശുവേറ്റ 5 മുറിവുകൾ ഒരു ഭർത്താവ് എന്ന നിലയിൽ ഏൽക്കുന്നവനാണ് അനുഗ്രഹിക്കപ്പെട്ട ഭർത്താവ്. യേശുവേറ്റ 5 തിരിമുറിവുകൾ ഒരു ഭർത്താവ് തൻ്റെ ജീവിതത്തിൽ ഏൽക്കുമ്പോഴാണ് ആ കുടുംബത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബനാഥനായിട്ട് ഒരു ഭർത്താവിന് മാറുവാൻ സാധിക്കുന്നത്.
ഫിലിപ്പിയ ലേഖനം 2:6 നമ്മൾ വായിക്കുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിൽ. ഇതാണ് ഈ അധികാരത്തെക്കുറിച്ചൊക്കെയുള്ളൊരു ബദൽ കാഴ്ചപ്പാടാണ് ഇവിടെ പറയുന്നത്. ഭാര്യയെ വരച്ച വരയിൽ നിർത്തുന്നവനല്ല നല്ല ഭർത്താവ്, ഭാര്യയെ ഒപ്പം നിർത്തുകയും ഭാര്യ കുറ്റങ്ങൾ ചെയ്യുമ്പോൾ സ്നേഹത്തോടെ തിരുത്തുവാൻ സാധിക്കുന്നവനാണ് നല്ല ഭർത്താവ് എന്ന് പറയുവാൻ സാധിക്കും. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10:45 ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും. ഭർത്താവിൻ്റെ രണ്ടാമത്തെ മുറിവെന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ കാലുകളെ കഴുകുവാൻ സാധിക്കണം. കർത്താവ് ശിഷ്യന്മാരെ കാലുകളെ കഴുകുന്നുണ്ട്. അപ്പന്മാർ കുടുംബത്തിൻ്റെ കാലുകളെ കഴുകുമ്പോൾ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതായിത്തീരും. മക്കൾ വഴിതെറ്റിപ്പോകാം, ഭാര്യ അനുസരണക്കേട് കാണിച്ചെന്ന് വരാം. എന്നാൽ ഭർത്താവ് ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതായി തീരുമെന്നുള്ളതാണ് ഇവിടെ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 5:30 നമ്മൾ വായിക്കുന്നു, ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത്. യേശു അയക്കപ്പെട്ടവനാണ്, പിതാവിൻ്റെ പ്രേക്ഷിതനാണ്, ദൈവത്തിൻ്റെ കൂദാശയാണ് യേശു ക്രിസ്തു. ഓരോ ഭർത്താവും ദൈവത്താൽ ഓരോ കുടുംബത്തിലേക്ക് അയക്കപ്പെട്ടതാണ്. ഓരോ കൂദാശയായി തീരുവാൻ, ദൈവസ്നേഹത്തിൻ്റെ കൂദാശയായി തീരുവാൻ വേണ്ടിയാണ് ഓരോ ഭർത്താക്കന്മാരെ അയച്ചിരിക്കുന്നത്. അവിടെ തൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഭവനത്തിൽ ഭർത്താവ് നടപ്പിലാക്കേണ്ടത്. കാരണം ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ഭവനത്തിൽ ഓരോ ഭർത്താക്കന്മാരും ഉള്ളത് എന്നതാണ് ഇവിടുത്തെ സൂചനയെന്ന് പറയുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8:50 നമ്മൾ വായിക്കുന്നു, ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല. യേശു പറയുന്നു, എൻ്റേത് എന്നല്ല. കുടുംബജീവിതത്തിലെ പ്രവേശിച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും, ഇനിയിപ്പം ഞാനെന്നുള്ളതങ്ങ് മാറി, ഇനിയല്ല എന്നാണ്, നമ്മളാണ്. ഇതുവരെ ഒരു അമ്മയുള്ളായിരുന്നു, ഇനി രണ്ടമ്മ, നമ്മുടെ അമ്മ അല്ലേ. ഇതുവരെ ഒരു അപ്പനെ ഉള്ളായിരുന്നു, ഇനി രണ്ടപ്പൻ. ഇതുവരെ ഇപ്പോൾ ഒരു സഹോദരനെ ഉള്ളായിരുന്നു, ഇനിയും രണ്ട്. എന്നാലേ നമ്മൾ പറയും, നിൻ്റെ അപ്പൻ എന്നോ പറഞ്ഞല്ലേ, നിൻ്റെ അവിടുത്തെ എൻ്റെ അനിയത്തി എന്നാ പറഞ്ഞു. കുറേ കഴിയുമ്പോൾ ഇത് നാം എന്ന അവസ്ഥയിൽ നിന്നും നമ്മളെന്നുള്ള അവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് ക്രിസ്തീയ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി തീരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് കുടുംബത്തിൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും വളർച്ചയിലും ഒക്കെ വളരെ സമർപ്പണത്തോടെ നിൽക്കുന്നവനായി തീരുവാൻ തക്കവണ്ണം സാധിക്കും. ഒരു കെട്ടിയോൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടമാണ്, ഒരു നെഗറ്റീവ് സംസ്കാരമാണ്. ഞാനതിൻ്റെ നിർവചനങ്ങളിലേക്ക് പോകുവാൻ ശ്രമിക്കുന്നില്ല. ഇത് ക്രിസ്തീയ വിരുദ്ധമായ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അത് കുടുംബത്തെ അന്വേഷിക്കുന്നവനായിരിക്കണം ഭർത്താവ്. നമ്മൾ പറയാം, കുടുംബം നല്ലതായിട്ട് അന്വേഷിക്കുന്ന ആൾ അല്ലേ, ചിലരെക്കുറിച്ച് നമ്മളങ്ങനെ പറയും. ഒരു നല്ല കഠിനാധ്വാനിയായ ഒരു ഭർത്താവായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം സാധിക്കണം. തൻ്റെ കുടുംബത്തിൻ്റെ മഹത്വം കൂടുതൽ ശ്രദ്ധിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു ഭർത്താവ് ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവനായി തീരുന്നത്. ഒരു ഭർത്താവ് ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവനായി തീരുന്നത് തൻ്റെ കുടുംബത്തിൻ്റെ ക്ഷേമം അന്വേഷിക്കുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. അഞ്ചാമത്തെ യേശുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മർക്കോസ് സുവിശേഷം 10:45 നമ്മൾ വായിക്കുന്നു, അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനത്രേ ക്രിസ്തു. ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിയർപ്പൊഴുക്കുവാൻ, രക്തം ചീന്തുവാൻ മാത്രമല്ല, ശരീരത്തെ തന്നെ ബലിയായി നൽകുവാനുള്ളൊരു സന്നദ്ധയാണ് വണ്ടിക്കാളയെ പോലെ പണിയെടുക്കുന്ന ഭർത്താക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ കഷ്ടപ്പെടുന്ന ഭാര്യമാരെ നമുക്ക്, ഒരു ഭർത്താവിന് ക്രിസ്തുവിൻ്റെ മനസ്സ് ലഭിക്കുന്നത് ഈ ഒരു സമർപ്പണത്തിനകത്തൂടെ പോകുമ്പോഴാണ്. സ്വന്തം കുടുംബത്തിന് വേണ്ടി അലയുവാനും അധ്വാനിക്കുവാനും ഒക്കെ സാധ്യമായിട്ട് തീരണം എന്നുള്ളതാണ് വചനം നമ്മളോട് പറയുന്നത്. ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാകും. ക്രിസ്തു സഭയുടെ ശിരസ്സാകുന്നത് പോലെയാണ് എന്നുള്ളത് നമ്മൾ ഓർത്തോണം. അല്ലാതല്ല അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത്. നമ്മൾ കുടുംബത്തിന് വേണ്ടി ഏറ്റ മുറിവുകൾ നമ്മുടെ തിരിച്ചറിയൽ കാർഡുകളാണ്. ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ കുടുംബത്തിന് വേണ്ടി നമ്മൾ ഏറ്റിട്ടുള്ള മുറിവുകൾ നമ്മുടെ തിരിച്ചറിയൽ കാർഡുകളായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഭർത്താക്കന്മാർ കർത്താവിനോടെന്ന പോലെ ഈ മണവാട്ടി സഭ തലയാകുന്ന ക്രിസ്തുവിനോട് വിധേയപ്പെട്ട് നിൽക്കുന്ന പോലെ ആയിരിക്കണം ഭർത്താവിനോട് ഭാര്യമാരുടെ വിധേയത്വം എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ പോലെ ആകണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഭർത്താക്കന്മാർ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്ന അടയാളങ്ങളായി തീരണമെന്നുള്ളതാണ് ഇവിടെ പറയുവാൻ ശ്രമിക്കുന്നത്. എഫെസ്യ ലേഖനം 5:25-27 വരെ പൗലോസ്ലീഹയുടെ ഉപദേശം അനുസരിച്ച് ഭർത്താവ് തൻ്റെ നന്മ കൊണ്ട് ഭാര്യയെ വിശുദ്ധീകരിക്കണം. ഭാര്യ തിരിച്ചും ഇപ്രകാരം പരസ്പരം വിശുദ്ധീകരിക്കുന്നതിനുള്ള ദൈവവിളിയിലേക്കാണ് കുടുംബജീവിതം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ഈ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ചുമലൊത്ത് ചുവട് വെച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ നന്മകളും വിഷാദങ്ങളും പങ്കുവെച്ച് നമ്മൾ യാത്രയായി മുമ്പോട്ട് പോകുന്നതാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. അത് ദൈവസന്നിധിയിലേക്കുള്ള തീർത്ഥാടന യാത്രയാണ്. നിങ്ങൾ ഒരുമിച്ച് വിവാഹം കഴിച്ച നാൾ മുതൽ ഒരുമിച്ചുള്ളൊരു തീർത്ഥാടന യാത്രയിലാണ്.
ഭാര്യമാരെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. സമയപരിമിതി കൊണ്ട് ഞാൻ അതിലേക്ക് വിശദമായിട്ട് കിടക്കുന്നില്ല. എഫേസ്യ ലേഖനം 5:22 നമ്മൾ വായിക്കുന്നുണ്ട്. ഭാര്യമാരെ കർത്താവിലെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി. ഭാര്യ ശരീരവും ഭർത്താവ് ശിരസ്സും എന്ന ബന്ധം യേശു ക്രിസ്തുവും ദൈവജനവും തമ്മിലുള്ള ബന്ധത്തെയാണ്, അല്ലാതെ അധികാര വിധേയത്വമല്ല. പാരസ്പര്യത്തിൻ്റെ സ്നേഹബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദൈവജനത്തിന് വേണ്ടി അപ്പമാകുവാൻ തയ്യാറാകുന്ന ഒരനുഭവം കർത്താവിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതങ്ങനെ ആകണമെന്നുള്ളതാണ് ഇവിടെ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. ഭൂമിയിലെ ഏറ്റവും നല്ലത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് ദൈവസൃഷ്ടിയിൽ ക്രിസ്തീയ കുടുംബം എന്ന് പറയുന്നത്. ദാമ്പത്യം മൺപാത്രത്തിലെ നിധി പോലെയാണ് പ്രിയമുള്ളവരെ. പ്രണയിക്കുവാൻ വരം ലഭിച്ചവർക്കുള്ളതാണ് കുടുംബജീവിതവും ദാമ്പത്യവും. അത് ശ്രദ്ധിച്ച് കേൾക്കണം. പ്രണയിക്കുവാൻ വരം ലഭിച്ചവർക്ക് മാത്രമുള്ളതാണ് കുടുംബജീവിതവും ദാമ്പത്യവും എന്ന് പറയുന്നത്. അത് പലപ്പോഴും അങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതിഥികളുടെ മുമ്പിൽ നമ്മൾ നല്ല ഇണപ്രാവുകളെ പോലെ, നല്ല അഭിനയമാണ്, പടിയിറങ്ങിക്കഴിഞ്ഞാൽ പോരുകോഴികളെ പോലെ നിൽക്കുന്ന ഭാര്യയെയും ഭർത്താവിനെയും ഒക്കെ പലയിടങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. മറിയെപ്പോലെ ഒരു നല്ല ഭാര്യ ഹൃദയത്തിൽ ചിലത് സംഗ്രഹിച്ചെങ്കിലേ ആ കുടുംബജീവിതത്തിൻ്റെ ബാലൻസ് തെറ്റാതെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കത്ത്. ചില സ്ത്രീകളെല്ലാം ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ പറയും എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ചരിത്രം, അല്ലേ? വളരെ സുന്ദരമായിട്ട് ഭാര്യ വ്യാഖ്യാനിക്കുക, നല്ല രസമാണ്. പിന്നെ നമ്മൾ പൂർവ്വ മാതാപിതാക്കളെയൊക്കെ അനുസ്മരിക്കുന്ന ആ സമയത്താണല്ലോ വഴക്കുണ്ടാകുമ്പോൾ, അല്ലേ? അങ്ങനെ നമ്മൾ നല്ല ചരിത്രങ്ങളും കഥകളും ഒക്കെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വിളമ്പുമ്പോൾ അവരിതിങ്ങനെ കാഴ്ചക്കാരെ പോലെ കണ്ടു നിന്ന് അപ്പനും അമ്മയും എന്താണ് എന്നുള്ളത് വളരെ നല്ലതായിട്ട് അവർ വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. മറിയെപ്പോലെ നല്ല ഭാര്യമാർക്ക് ഹൃദയത്തിൽ ചിലത് സംഗ്രഹിച്ച് വെക്കണം. പറയേണ്ടടുത്ത് പറഞ്ഞാൽ മതി. എല്ലാം ഇങ്ങനെ വായിക്ക് ലൂസ് മോഷൻ പിടിച്ചതുപോലെ ഇങ്ങനെ നടക്കണ്ട. ഞാൻ പറയും, സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരണം ഇറങ്ങുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുരുഷന്മാർക്ക് അധികമൊന്നുമില്ല. പക്ഷേ എന്നിട്ട് നമ്മുടെ സ്ത്രീകൾ എത്രത്തോളം നന്നായിട്ടുണ്ട്. ഞാനവരെ കുറ്റപ്പെടുത്തുകയൊന്നുമല്ല. ഏറ്റവും കൂടുതൽ സ്ത്രീ പ്രസിദ്ധീകരണങ്ങൾ കേരളത്തിലുള്ളത് നമുക്കറിയാം. അത് സ്ത്രീകൾക്ക് വേണ്ടിയാണ് എന്നുള്ളതും നമുക്കറിയാം. അത് ഓരോ മനോരമയ്ക്കാണേലും ഉണ്ട്, മാതൃഭൂമിക്കാണേലും ഉണ്ട്, ഒത്തിരി ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. എന്നാൽ നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പറയേണ്ട കാര്യമാണ്. വീടെന്ന് പലയിടത്തും മരുഭൂമിയായിക്കൊണ്ടിരിക്കുക. എങ്ങനെയാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത്? ഈ അടുത്ത സമയത്ത് ആടുജീവിതം മരുഭൂമിയുടെ പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കപ്പെട്ട ഒരു പടമാണ്. മരുഭൂമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ജീവൻ്റെ തുടിപ്പില്ലാത്ത സ്ഥലമാണ്. പച്ചപ്പിന് പകരം അവിടെ മണൽക്കൂനകളും മണൽക്കാറ്റും മരീചികയും മാത്രമേ ഉള്ളൂ. വഴി നഷ്ടപ്പെട്ടാൽ പിന്നെ തിരികെ എത്തുക എന്ന് പറയുന്ന സങ്കടമാണ്. ഈർപ്പമില്ലാത്ത, പാരസ്പര ബന്ധം നഷ്ടപ്പെട്ട അനുഭവത്തെയാണ് മരുഭൂമി എന്ന് പറയുന്നത്. ഈർപ്പമില്ലാത്ത, നനവില്ലാത്ത ജീവിതങ്ങളായിരിക്കുന്നു. പരസ്പര ബന്ധമില്ലാത്ത അനുഭവങ്ങളിൽ നമ്മുടെ കുടുംബജീവിതങ്ങൾ മുമ്പോട്ട് പോകുന്നു. മണ്ണ് മണലായി മാറുമ്പോഴാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത്. ഇന്ന് നമ്മുടെ അനേക കുടുംബങ്ങൾ സ്നേഹത്തിൻ്റെ ഈർപ്പമില്ലാത്ത, സ്നേഹത്തിൻ്റെ പരസ്പര ബന്ധങ്ങളില്ലാത്ത മണൽക്കൂനകളായിട്ട് മാറുന്നതാണ് സങ്കടകരമായ അവസ്ഥ എന്ന് പറയുന്നത്. ഇതിൽ നിന്നൊരു പച്ചപ്പിൻ്റെ അനുഭവത്തിലേക്ക്, ഒരു ഉത്സാഹത്തിൻ്റെ അനുഭവത്തിലേക്ക്, ഒരു ചിരിയുടെ അനുഭവത്തിലേക്ക്, ഒരു മമതയുടെ അനുഭവത്തിലേക്ക്, നഷ്ടപ്പെട്ടു പോയ കുടുംബ ബന്ധങ്ങളുടെ പച്ചപ്പിൽ നിന്ന്, മരുഭൂമിയായിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ജീവിതത്തെ തിരികെ പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. കാരുണ്യത്തിൻ്റെ ഈർപ്പം കൊണ്ട് മാത്രമേ ഈ കുടുംബത്തിൻ്റെ മരുഭൂമി അനുഭവങ്ങളെ ഒരു ഹരിതഭൂമിയാക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഇത് നമ്മൾ സ്ലീഹ വായിച്ചപ്പോൾ ശ്രദ്ധിച്ച് കാണും. സ്നേഹത്തിൻ്റെ അധ്യായമാണ് വായിച്ചത്, അല്ലേ? മറ്റുള്ളവർക്ക് കൈമാറുവാൻ ഒരു ചെറിയ ചിരിയെങ്കിലും, അറിവിൻ്റെ ഒരു കനിവിൻ്റെ വാക്കെങ്കിലും നമ്മുടെ ചുണ്ടിൽ സൂക്ഷിക്കുമെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ മരുഭൂമിക്ക് പകരം നല്ല പൂന്തോട്ടങ്ങളുണ്ടാകും. നമ്മുടെ വീടുകൾ മരുഭൂമിയിൽ നിന്ന് മലർവാടിയായി തീരണമെന്നുണ്ടെങ്കിൽ ഈ മണലിൻ്റെ ഇഴയടപ്പമില്ലാത്ത അനുഭവങ്ങളിൽ നിന്ന് മാറി സ്നേഹത്തിൻ്റെ ആർദ്രതയും നനവുള്ള ഇടങ്ങളായിട്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ മാറുമ്പോൾ അതെല്ലാം ശ്രേഷ്ഠതയുള്ള, അനുഗ്രഹമുള്ള കുടുംബ ഇടങ്ങളായിട്ട് തീരും. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളെ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് ശിരസ്സുകളെ വണക്കാം. കേട്ട തിരുവചനങ്ങളെ ഓർത്തിട്ട് ഏൽപ്പിച്ച ആൾക്ക് പ്രാർത്ഥിക്കാം.